എന്താ ചെയ്യണ കൂട്ടാ? നമ്മളൊന്ന് കുറച്ച് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ബസ്മതി അരി വെള്ളത്തിട്ട് കുതിർത്ത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. സെറ്റാണ്. അപ്പോൾ നമ്മൾ റൈസ് അടിക്കാൻ പോകാം. റൈസ് അടിക്കാൻ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഓണിയൻ അരിഞ്ഞിട്ടുണ്ട്, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്. ഇത്ര വെയിറ്റുള്ള നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മളൊരു 10 എഗ്ഗ് ഉടച്ച് വെച്ചിട്ടുണ്ട്. അന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി നമ്മൾ എഗ്ഗ് വെച്ച് കൊടുക്കും. മുട്ടയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് വെയിറ്റ് വിട്ട് കൊടുക്കും. ഇത് നല്ലപോലെ വാടി വരട്ടെ. അപ്പോൾ വെയിറ്റൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് റൈസ് ഇടാൻ പോകുന്നു. അപ്പോൾ നമ്മൾ വേവിച്ചൊക്കെ റൈസ് ഇട്ട് കൊടുക്കും. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, അല്പം MSG, കുറച്ച് കുരുമുളക് പൊടി, അല്പം സോയാ സോസ്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. എപ്പോഴും ഫ്രൈഡ് റൈസിൽ ഉപ്പിടുന്ന സമയത്ത് ഉപ്പാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ഏകദേശം ഒരു ഈക്വൽ ക്വാണ്ടിറ്റി ഇടാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഒരു മധുരവും ഉപ്പൊക്കെ ഒരേപോലെ വന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മധുരമാണെങ്കിലും ഉപ്പ് പോലെ തന്നെ കുറച്ച് കയറ്റിയിടുക. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയും മിസ്സിംഗ് ആണ്. അത് സംഭവം കിട്ടിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ അതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. സംഭവം അടിപൊളിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഇതിനും കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.